തൃശൂരിൽ 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. ഒറീസ സ്വദേശി രാജേഷാണ് പിടിയിലായത്. ഒറീസയിലുള്ള ആളാണ് പ്രതി. അപ്പോൾ ഈ വിജയവാഡയിൽ നിന്ന് കഞ്ചാവ് കിട്ടിയെന്നാണ് ആൾ പറയുന്നത്. ആളുടെ മൊഴി പ്രകാരം നമുക്കൊരു വിവരം കിട്ടി. നമുക്ക് ഇന്നലെ തൊട്ടേ അതിൻ്റെ സംഗതികൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ വിവരം കിട്ടി ആർക്കും കൊടുക്കാനായിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ആളെ എടുക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ എറണാകുളത്ത് ഏതോ ഹോട്ടലുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ക്യാപ്പിൽ ഈ കഞ്ചാവ് കൊണ്ടുവരുന്നുണ്ട്. അതാണ് ആളുടെ. ഇവര് തൃശ്ശൂരത്തെ മെയിൻ കൊട്ടേഷൻ ടീമുകൾക്ക് ഇവരാണ് സപ്ലൈ ചെയ്യുന്നത്. മെയിൻ കൊട്ടേഷൻ തൃശ്ശൂരായിട്ട് ബന്ധപ്പെട്ടുള്ള കൊട്ടേഷൻ ടീമുകൾക്ക് ഇവർ സപ്ലൈ ചെയ്യുന്നത്. അത് കൂടാണ്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഇടയിലേക്കും സപ്ലൈ ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു ഏജന്റാണ് ഇയാൾ. അത് നിരന്തരം ഞങ്ങളിപ്പോൾ ചുരുങ്ങിയത് ഒരു മാസമായി ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം ഉറക്കൊളച്ച് ഞാൻ നോക്കണ്. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായി. കഴിഞ്ഞ ആഴ്ചയിൽ ഇത്തവണ വന്നപ്പോഴും രക്ഷപ്പെടാൻ നോക്കി ഒരു സ്ഥലത്ത് നിന്ന് മാറി രണ്ടാമത്തെ സ്ഥലത്തേക്ക് വന്ന് മൂന്നാമത്തെ സ്പോട്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടായത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, എങ്ങനെയാണ് ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായത്? എക്സൈസിന്റെ മധ്യമേഖലാ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസറായ മുജീബ് റഹ്മാന് കഴിഞ്ഞ ദിവസം ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഒറിയൻ സ്പെഷ്യൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്തി ഇനം കഞ്ചാവാണ് 5 കിലോ ഇയാളിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. അരനാട്ടുകരയിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഒറീസ സ്വദേശിയായ രാജേഷ്, 27 വയസ്സാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതിനൊടുവിലാണ് സാഹസികമായി ഇയാളെ പിടികൂടിയത്. വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഒപ്പം തന്നെ പല ഗുണ്ടകളും, തൃശ്ശൂരിലുള്ള പല ഗുണ്ടകൾക്കും ഇയാൾ ഇത്തരത്തിൽ കഞ്ചാവ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്നും എക്സൈസിന് മനസ്സിലാക്കിയത്. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം എക്സൈസ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇയാളിൽ നിന്നും കഞ്ചാവ് വാങ്ങിയവരെ അടക്കം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എക്സൈസ് ഇപ്പോൾ. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.